ആ തീരുക്കാൻ മനുഷ്യനെ നോക്കി നിൽക്കാൻ പരിപ്പ് എന്തില്ലല്ലേ? സമ്മതിച്ചില്ലല്ലോ. സമ്മതിച്ചു. പിന്നെന്താ പന്നിയെ ഒഴുങ്ങിയ പെരുമ്പാമ്പിനെ പോലെ മുഖത്തൊരു പൈക്ലബ്യം? ഒന്നുമില്ല, എനിക്ക് എന്നെ സുഖമില്ല, ഒരു തലവേദന പോലെ. മധുര 17 വിരുന്നുകാരി മനസ്സമ്മതം തന്നാട്ടെ മധുരം. ഉപ്പ് വാങ്ങിച്ചില്ലേ? പറഞ്ഞ പോലെ ഉപ്പ് വാങ്ങിച്ചില്ലല്ലോടോ. ആ താനെന്ത് മനുഷ്യനാണോ? ആ ഉപ്പല്ലേ, ഇവിടുന്ന് വാങ്ങിച്ചെന്നാ പോരെ. പൂന്തൽ കെട്ടിനെന്തിന് ചേച്ചി, ചേച്ചി കുറച്ച് ഉപ്പ്. ഈ കറിയില്ലാതെ, ഉപ്പില്ലാതെ കറി, അതുകൊണ്ടാ. ഉപ്പ്. താങ്ക് യു ചേച്ചി. പൂവല്ല, പൂന്തളിരല്ല, മാനത്തെ മഴവില്ലല്ല, മണ്ണിലേക്ക് വിരുന്നു വന്ന മധുചന്ദ്രലേഖ. അതുപോലൊരു സാധനം അടുക്കളയിൽ നിൽക്കുന്നു. ആ ചേച്ചിയുടെ മകളല്ല, ഇനി ചിലപ്പോ ആ ചേച്ചിയുടെ ചേട്ടത്തിയുടെ മകളായിക്കൊടുന്നില്ല. ഏതായാലും മകളല്ല. അതോ ഈ ചേച്ചിയുടെ അന്യത്തെയാണോ? താൻ തീ കൂടോ? ചേച്ചി, ക്ഷമിക്കണം ചേച്ചി, ഈ ഉള്ളി ഉണ്ടോ? ചെറിയ ഉള്ളി, തമിഴ്നാട്ടിലെ സാമ്പാർ വെങ്കായം എന്നൊക്കെ പറയില്ലേ, അത് ഉണ്ടെങ്കിൽ അത് കുറച്ച്. ഇതൊന്നും വാങ്ങിക്കാതെയാണോ കഞ്ഞിയും കറി വെക്കാൻ ഇറങ്ങിയത്? അതെ, ഒരു വിവരമില്ലാത്തവനായി പർച്ചേസിങ്ങിന് പോയത്, അതുകൊണ്ടാ. അല്ലാതെ അത് അനിയത്തിയായിരിക്കും. മുറ്റത്ത് ചോറ് വെച്ചോട്ടെന്ന് ചോദിച്ചു, സമ്മതിച്ചു. അത് വെക്കുക, കഴിക്കുക, സ്ഥലം വിടുക. തേങ്ങ മാങ്ങാന്നും പറഞ്ഞ് തന്നെ ഈ ഭാഗത്ത് കണ്ടുപോകരുത്. സോറി ചേച്ചി. തീ കൂടാതെ താനും തീയടൂ. അതവളെ എന്നെ ഭരിക്കാനൊന്നും വേണ്ട, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിലേ ഞാൻ തീ കൂത്തുള്ളൂ. ആ അപ്പടി ചവറും കണക്കും മാനം മര്യാദ ജീവിക്കുന്നത് നിർത്തിയതാണ്. എന്താ സംഭവം? എന്താ സംഭവം? പോലീസ് വന്നിരിക്കുന്നു. പോലീസാ? അയ്യോ അച്ഛാ, സത്യമായിട്ട് ഇത് കള്ളക്കേസാണ് അച്ഛാ. ഇയാൾ എന്റെ തൊഴിലാളിയെ തല്ലിയപ്പോ തല്ലിയ ഇതുപോലെ വൃത്തിയോട് കാണിക്കുമല്ലേ? സാറ് ക്ഷമിക്കണം, മജിസ്ട്രേറ്റായി റിട്ടയർ ചെയ്ത സാറിന് ഇതുപോലൊരു സാമൂഹ്യ വിരുദ്ധൻ. ഡ്രൈവറെ, അറിഞ്ഞാത്ത കാര്യത്തെ പറ്റി എന്റെ കണ്ണടഞ്ഞിട്ട് പോരായിരുന്നു. ഇതല്ല അച്ഛാ, ഞാൻ നമുക്ക് പോവാം. ഈ നാട്ടിലെ സത്യത്തിന് വിലയുണ്ടെന്ന് എനിക്കറിയണം. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആരാണെന്ന് എനിക്കറിയാം. പോവാം. അമ്മ, ഇവരെന്നെ കൊന്നൊന്നും കളയത്തില്ല. ഈ വീട്ടിൽ ആദ്യമായിട്ടാണ് പോലീസ് കടന്നു വരുന്നത്, അത് നിനക്കറിയാം. നേരത്തെ വന്നേനെ, പക്ഷേ അതൊക്കെ നിങ്ങൾ ഒതുക്കി. എന്റെ കൈ പണമില്ല, അതുകൊണ്ട് എനിക്ക് അതിനുള്ള കഴിവില്ല. കണ്ട അവന്റെ ഒരു ധിക്കാരം കണ്ടില്ലേ? ഒരു വഴിക്ക് പോകുമ്പോ പുറയുന്നൊന്നും പറയരുത്. ആ കയറ്
കയറാൻ അതിന് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. അവര് പറയുമ്പോ കയറിക്കൊള്ളാം. ഇത് ഓടിക്കാൻ വേറെ ഡ്രൈവറുണ്ട്. പുറകെ പോയി കയറിയാൽ മതി. പോണം. ചേട്ടൻ കയറണം. ചേട്ടന്റെ പേരെന്താണ്? പോകാം. സത്യം പറ, എസ് ഐ നിങ്ങൾ തല്ലിയോ? എന്ന് വെച്ചാൽ അത് നാണിക്കാനെന്തിരിക്കുന്നു? ഇത്തരം കേസാകുമ്പോ ഒന്ന് രണ്ടെണ്ണെല്ലാം കിട്ടിയെന്ന് വരും. അതാ ഞാൻ ചോദിച്ചത്. അങ്ങനൊന്നുമില്ല. ശരിക്കും കിട്ടിയല്ലേ? അങ്ങനെയാണെങ്കിൽ എസ് ഐക്കെതിരെ കോടതിയിൽ പെറ്റീഷൻ കൊടുക്കാം. നിങ്ങൾ അങ്ങനെ ഇപ്പൊ സൂഹിക്കേണ്ട. ഉള്ള കേസ് നടത്താൻ തന്നെ ഞാൻ ബുദ്ധിമുട്ടിയാ. ആദ്യം ആ ജപ്തിയുടെ കാര്യം ശരിക്കും നോക്കിയാൽ മതി. അത് നോക്കാനൊന്നുമില്ല. കലിങ്ങ് പൊളിഞ്ഞതും ഇഷ്യൂ ചെയ്ത ചെക്കുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഞാൻ ശക്തിയായി വാദിച്ചു. അത് വിട്ടാൽ തന്നെ ലോറി ഓവർലോഡായെന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റും. വിധി 14 വെച്ചിരിക്കുകയാണ്. അപ്പോ ആ സ്റ്റാമ്പിന്റെയും കുലത്തിന്റെയും കാശ് വന്നില്ല. അല്ല, ഞാൻ വരാം. ഞാൻ ഓഫീസിൽ വരാം. ഇങ്ങനെ പറയാൻ തന്നെ ഒരുപാട് കാലമായല്ലോ. അല്ല, ഇത് സത്യമായിട്ട് വരാം. പ്രോമിസ്. ഞാൻ വരാം. പ്രോമിസ്. അതെ, ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. അതെ, ഞാൻ ഓഫീസിൽ വരാം. സത്യം, അച്ഛൻ സത്യം. സ്റ്റാമ്പിന്റെ കാര്യം ഓക്കെ, വരാം. മറക്കരുത്, ഞാനവിടെ കാത്തിരിക്കില്ല. കാശിന്റെ കാര്യമല്ലേ? കല്ലു കുടിച്ചിട്ട് പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ ചെന്നു അത്രേ. പോട്ടെ CP. ഏതായാലും മാപ്പ് പറഞ്ഞ് കേസിൽ നിന്ന് ഒഴിവായി കിട്ടിയില്ലേ? ആര്? CP-യോ? CP മാപ്പ് പറയൂല. അതുകളാ. ഇതൊക്കെ ആരുടെ വേലയാണെന്ന് എനിക്കറിയാം. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവളോ? ഏതവള്? ഇന്നാളും CP പറയുന്നു കേട്ടല്ലോ. കാളാ, പോവാൻ പറ. തോന്നിവാസം കാണിച്ച ചവിട്ടിയെ കീലുമാറ്റക്കകത്ത് കയറ്റിക്കളയും. പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് ഏറ്റവും അല്ലടാ തണ്ടി പെണ്ണാണെന്ന് അറിയാൻ നോക്കിയപ്പോഴാണ് CP മിണ്ടിപ്പോയത്. കൂലിക്ക് കൈയും നീട്ടി നീ ഇനി എന്റെ അടുത്ത് വരും. സെക്ഷനുകൾ കാണിക്കേണ്ട സ്ഥലങ്ങളാണ് അത്. എന്റെ കൂലി 2000 ഉണ്ട്. റേഷൻ കടക്കാരൻ സാമുവലിന്റെ നിന്ന് കടം വാങ്ങിച്ചാണ്. വെള്ളിയാഴ്ച തിരിച്ചു കൊടുക്കണം. എന്റെ കൂലി. അറിഞ്ഞോ? പുതിയ മുനിസിപ്പൽ കമ്മീഷൻ ചാർജ് എടുത്തു. എങ്കിൽ ആശ്വാസമായി. ഏതെങ്കിലും കാലമാടന്മാര് എന്നെ പറ്റി പരദൂഷണം പറയുന്നതിന് മുമ്പ് ഞാൻ പോയി ഒന്ന് കണ്ടേച്ചു വരാം. റാസ്കോൾ. ശാപമോക്ഷം കാത്തു കിടക്കുകയാണല്ലേ? ജപ്തി ചെയ്ത് എനിക്ക് നിന്നെ കിട്ടിയാൽ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും. കടം ഒത്തിരി ഉണ്ടെങ്കിലും ഞാൻ നിന്നെ വിൽക്കുകയില്ല. കോൺട്രാക്ടർ CP നായരുടെ റോഡ് റോളർ എന്ന ബഹുമാനത്തോടെ ആളുകൾ നിന്നെ നോക്കും. ശരി, ഞാൻ കമ്മീഷണറെ ഒന്ന് കണ്ടിട്ട് വരാം. CP സാറേ, പുതിയ കമ്മീഷണർ അന്വേഷിച്ചിരുന്നു. ഞാൻ കാണാൻ ഇറങ്ങിയതാ. എന്നെ പറ്റി വല്ലതും ചോദിച്ചോ? അല്ല, പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. ഫയലുകളൊക്കെ ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക. അഥവാ എന്തെങ്കിലും ചോദിച്ചാലും നല്ല അഭിപ്രായം പറഞ്ഞേക്കണം. അത് ഞാൻ ഏറ്റു സാറേ. ഇപ്പൊ ഒന്ന് കാണാൻ നോക്കൂ. കാണാൻ നീ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വാടേ ഭാസ്കര. അയ്യോ. കോൺട്രാക്ടർ CP നായർ. മിസ്റ്റർ നായർ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 40-ലേറെ കൊല്ലങ്ങളായെന്ന് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. ദാരിദ്ര്യരേഖയ്ക്കും എത്രയോ താഴെ കോടിക്കണക്കിന് ജീവജനങ്ങൾ പാർക്കുന്ന നാടാണിത്. ഓരോ വ്യക്തിയും അവന്റെ നാടിനു വേണ്ടി പലരും സംഭാവന ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലുള്ള ക്ഷുദ്രശക്തികൾ പുരോഗതിയെ പുറകോട്ട് വലിക്കുകയാണ്. ഇവിടുത്തെ റോഡുകൾ, കെട്ടിടങ്ങൾ ഇവയൊന്നും നിങ്ങൾക്ക് കേസ് ഉറപ്പിക്കാനുള്ള ഉപാധികളല്ല. മിസ്റ്റർ നായർക്ക് ഇരിക്കണമെങ്കിലിരിക്കാം. ഞാൻ ഇരുന്നോളാം. മാഡം നിർത്തണ്ട, പറഞ്ഞോളൂ. MG റോഡിൽ, കാനൂർ റോഡിൽ, സ്റ്റേഷൻ റോഡിൽ നിങ്ങൾ 3 കലുങ്കുകൾ പണിത് ഏതോ എഞ്ചിനീയറുടെ സഹായത്തോടെ ബില്ല് എഴുതി ചെക്ക് വാങ്ങി. അത് മാറുന്നതിന് മുമ്പ് ഭാരം കയറ്റിയ ഒരു ലോറിയോടൊപ്പം MG റോഡിലെ കലുങ്ക് നിലംപൊത്തി. അതിനെ തുടർന്ന് പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്തു. കോടതിയിൽ നിങ്ങൾ ജയിച്ചേക്കാം. റോഡ് റോളർ ജപ്തി ചെയ്യാൻ വിധി വന്നേക്കാം. പക്ഷേ മനസാക്ഷിക്കുത്തില്ലാതെ നിങ്ങൾക്ക് ജപ്തി എടുത്താൽ നോക്കൂ. പറയാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. മാഡം ഈ പോസ്റ്റിലായിട്ട് എത്ര നാളായി?
അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇല്ല, പക്ഷെ സംസാരം കേട്ടിട്ട് ഈ ഒരു ദിവസം കൊണ്ട് ഈ രാജ്യത്തെ രക്ഷിച്ചു കളയുമെന്ന് തോന്നുന്നു. അനുഭവജ്ഞാനമുള്ളവർ ഇങ്ങനെ ഏകപക്ഷീയമായി സംസാരിക്കയില്ല. മാഡം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഒരു മുനിസിപ്പൽ കമ്മീഷൻ എന്ന് പറയുന്ന ആൾ പ്രത്യേകിച്ച് ആരുമല്ല. ഒരു കലുങ്ക് നിർമ്മിക്കാൻ 1 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അതിൽ 65,000 രൂപ മറ്റു വഴികളിലായി ചെലവാകുന്നു. 35% രാഷ്ട്ര പുനർനിർമ്മാണമേ ഇവിടെ നടക്കുന്നുള്ളൂ എന്ന കാര്യം സർക്കാർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. സത്യസന്ധനായ ഒരു കോൺട്രാക്ട് ഇവിടെ പിച്ചപ്പാളെടുക്കും. ടെൻഡർ കിട്ടുന്ന മുതൽ പണി കഴിഞ്ഞ് ബില്ല് എഴുതി ചെക്ക് കിട്ടുന്നവരെ ആരുടെയൊക്കെ പോക്കറ്റുകളിൽ എത്ര രൂപ എണ്ണി കൊടുക്കണം ഒരുപക്ഷെ മാഡത്തിന് അറിയില്ലായിരിക്കും. ഒരു പൗരന്റെ കടമകളെ കുറിച്ച് എന്നല്ല പഠിപ്പിക്കേണ്ടത്. ഉദ്യോഗസ്ഥ പ്രഭുത്വത്തിന്റെ കൊട്ടാരത്തിൽ വിളിച്ചിക്കഴിഞ്ഞ ചില ആൾക്കാരുണ്ട്, അവരെ പോയി പഠിപ്പിച്ചാൽ മതി. പക്ഷെ അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. നിങ്ങളുടെ കസേരയ്ക്കതിനുള്ള കഴിവില്ല. മിസ്റ്റർ നായർ, സത്യമാണ് പറയുന്നത്. തൊഴിലാക്കി ഉണ്ടാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ പ്രലോഭിപ്പിച്ച് നീക്കുന്നത് നിങ്ങളെ പോലുള്ളവരല്ലേ? എങ്കിൽ പ്രലോഭനത്തിൽ വീഴാത്ത ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കട്ടെ. എനിക്കൊന്നേ പറയുന്നുള്ളൂ. നിങ്ങൾ ചെയ്ത പല വർക്കുകളുടെ ഹിസ്റ്ററി മോശമാണ്. മുനിസിപ്പാലിറ്റി ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലൊരു ജപ്തിയിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. എങ്കിൽ എന്റെ ചെക്ക് പാസ്സാക്കി തരൂ. അതിന് സമയമെടുക്കും. എനിക്ക് പിടിച്ചു നിൽക്കണ്ടേ? ജപ്തി ചെയ്താൽ ഭീഷണി വേണ്ട. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ കുറ്റം പറയുന്നു, പക്ഷേ അഴിമതിയുടെ ചെടിക്കുണ്ടിൽ നിങ്ങൾ എപ്പോഴാണ് വീണത്? വലിയ ആദർശശാലി ആയിരുന്നല്ലോ നിങ്ങൾ. ആ ആദർശങ്ങൾക്ക് എവിടെ പോയി മരിച്ചു? ഞാനൊരാൾ ആദർശശാലിയായെന്ന് വെച്ച് ഈ രാജ്യം നന്നാവില്ല. ഒരുപാട് പേർ ചിന്തിക്കുന്നത് ഇതുപോലെയാണ്. മിസ്റ്റർ നായർ, പൊതുമുതൽ നശിപ്പിക്കില്ലെന്ന് വീമ്പിളക്കിയ നിങ്ങൾ അതാണിപ്പോ ചെയ്യുന്നത്. പട്ടിണിക്കാരന്റെ അസ്ഥിക്ക് മുകളിലാണ് നിങ്ങൾ നിങ്ങളുടെ ബംഗ്ലാവ് പണിയുന്നത്. എനിക്ക് ബംഗ്ലാവൊന്നും പണിയണ്ട. പക്ഷെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ജീവിക്കാൻ ഒരുപാട് പണികൾ വേറെയും ചെയ്യാം. ആരോഗ്യമുള്ള സ്ഥിതിക്ക് കിളയ്ക്കാൻ പോവാം, വാട നടാം, മീൻ കച്ചവടം ചെയ്യാം. Shut up. ഈ കസേരകൾ അധികാരം ഉപയോഗിച്ച് എന്നെ ഹരാസ് ചെയ്യാനാണ് ഭാവമെങ്കിൽ ഒരു കാര്യം മനസ്സിലായിക്കോളൂ. അങ്ങനെ തോറ്റ് പിന്മാറാൻ പവിത്രൻ തീരുമാനിച്ചിട്ടില്ല. അനുകൂലമായ ഒരു കോടതി വിധി ഉണ്ടെങ്കിൽ ഈ ജപ്തി ഞാൻ നടത്തും. എന്നെ ദ്രോഹിച്ചവരോട് ഞാൻ പകരം ചോദിക്കും. ഈ മുനിസിപ്പാലിറ്റി ഞാൻ കോളം തോണ്ടും. ശരി, കാണാം. ഓ, ധാരാളം കാണാം. കാണാം. ആഹാ.